ശിഷ്യരജിസ്റ്റർ എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചായിട്ട് പത്രോസ്ലിയെ അജപാലകനായിട്ട് ഈശോ നിയമിക്കുന്ന രംഗമാണ്. ഇവിടെ പ്രാർത്ഥന കഴിയുമ്പോൾ ഈശോ ശിമിയോൻ പത്രോസിന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പത്രോസിനോട് ചോദിക്കുകയാണ്, യോനയുടെ പുത്രനായ ശിമിയോനെ, നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു? പത്രോസ്ലിയുടെ ഒന്നാമത്തെ മറുപടി പ്രകാരമായിരുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു. രണ്ടാമതും ഈശോ ഇതേ ചോദ്യം ചോദിക്കുന്നു. പത്രോസ്ലി ഇതേ ഉത്തരം പറയുന്നു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു. മൂന്നാമതും പത്രോസിനോട് ഇതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. പക്ഷെ മൂന്നാമത്തെ പത്രോസിന്റെ മറുപടിയിൽ വ്യത്യാസമുണ്ട്. പത്രോസ്ലി ഇവിടെ പറയുകയാണ്, കർത്താവെ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി എളിമപ്പെട്ടുകൊണ്ട് പത്രോസ്ലിയെ പറയുന്നതാണ്. ആദ്യത്തെ 2 തവണ ചോദിച്ചപ്പോഴും പത്രോസ്ലിയെ പറയുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ അറിയുന്നുണ്ടെന്ന് പറഞ്ഞത്. മൂന്നാമത് ചോദിച്ചപ്പോൾ പത്രോസ്ലിയെ പറയുകയാണ്, കർത്താവെ, നീ എല്ലാം അറിയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിനക്കറിയാം, ഞാൻ പണ്ട് നിന്നെ സ്നേഹിച്ചിരുന്നു എന്ന് നിനക്കറിയാം, പിന്നീട് ഞാൻ തന്നെ നിന്നെ തള്ളി പറഞ്ഞു എന്നും നിനക്കറിയാം, നീ എല്ലാം അറിയുന്നു, സ്റ്റിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ അറിയുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിനോട് എളിമപ്പെട്ടുകൊണ്ട് തന്റെ എല്ലാ ജീവിതാവസ്ഥകളും ദൈവത്തിന് മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് പത്രോസ്ലിയ ഒരു സ്വയം സമ്മതം നടത്തുകയാണ്. എല്ലാം അറിയുന്നു, പക്ഷേ ഞാനിപ്പോൾ നിന്നെ സ്നേഹിക്കുന്നു എന്നും നീ അറിയുന്നു. അപ്പോഴാണ് ഈശോ പത്രോസ്ലിയെ അജപാലകനായിട്ട് നിയമിക്കുന്നത്. നമ്മളൊരു ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പത്രോസ്ലിയെ പോലെ ഏറ്റു പറയാനായിട്ട് സാധിക്കും. അതായത് ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു, പക്ഷെ എപ്പോഴൊക്കെയോ പലപ്പോഴും ഞാൻ ആ സ്നേഹത്തിനും പതുക്കെ ഞാനും തെറ്റി മാറിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തിന് മുമ്പിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു തുറന്നു പറച്ചിലായിട്ട്, ഒരു ഏറ്റുപറച്ചിലായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്